പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരൊറ്റ ചിന്തയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സുഭാഷിതങ്ങൾ 19-ാം അധ്യായം 11-ാം വാക്യം രേഖപ്പെടുത്തുന്ന ആ ശക്തിയെക്കുറിച്ചാണ്. സദ്ബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും, തെറ്റു പൊറുക്കുന്നത് അവനു ഭൂഷണം. ഈ വചനം വിവേകവും ക്ഷമയും നമ്മുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ അളവുകോലുകളായി എങ്ങനെ നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കുന്നു. നമ്മുടെയെല്ലാം ബന്ധങ്ങളെ തകർക്കുകയും മനസ്സമാധാനം കെടുത്തിക്കളയുകയും ചെയ്യുന്ന ക്ഷിപ്രകോപം ഒരു അഗ്നി പോലെയാണ്. ഒരു ചെറിയ നിമിഷത്തിലെ നിയന്ത്രണമില്ലായ്മ മതി വർഷങ്ങളുടെ സൗഹൃദവും സ്നേഹവും ഇല്ലാതാക്കാൻ. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് സദ്ബുദ്ധി അഥവാ വിവേകമെന്ന തണുത്ത ശക്തിക്ക് ഈ തീയെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ്. കാരണം എടുത്തുചാടി പ്രതികരിക്കുന്നതിനു പകരം ഒരൽപ്പം കാത്തിരുന്ന് ശാന്തമായി ചിന്തിക്കാൻ ആ വിവേകം നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ പ്രതികരണം വൈകുമ്പോൾ അവിടെ വിജയമുണ്ടാകുന്നു. കാരണം കോപത്തിന്റെ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും നല്ലതാവില്ല. യഥാർത്ഥത്തിൽ വിവേകമുള്ള മനുഷ്യൻ തന്റെ വൈകാരിക നിമിഷങ്ങളെ ഭരിക്കുന്നവൻ തന്നെയാണ്. അതുപോലെ തന്നെ തെറ്റു പൊറുക്കുന്നത് അവനു ഭൂഷണമെന്ന മഹത്തായ ആശയം ക്ഷമ എന്നത് ഒരു ദൗർബല്യമല്ലെന്നും ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോടുള്ള പകയും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ആ ഭാരം ചുമക്കുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. എന്നാൽ നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മോചിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. ആ ഭാരം ഇറക്കിവെച്ച് മുന്നോട്ടു പോകാനുള്ള സ്വാതന്ത്ര്യം നേടുന്നു. അതിനാൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്ഷിപ്രകോപത്തെ വിവേകം കൊണ്ട് നിയന്ത്രിക്കാനും ക്ഷമ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.